എന്റെ കൂടെ പഠിച്ച ബാസ്റ്റേഴ്സ് എല്ലാം ഇന്ന് വലിയ ഡോക്ടേഴ്സാ. എന്തുകൊണ്ട് ബോണി ആയില്ല? വൈ? അതൊരു ഭയങ്കര ഒരു ട്രാജിക് സംഭവമാണ് എന്നാ വന്നത്. Because I'm too naughty. naughty. ഒട്ടും ഫിനാൻഷ്യലായിട്ടൊന്നും നമ്മളെ ട്രീറ്റ് ചെയ്യാതിരിക്കുക. ആ സമയത്ത് ഞാൻ പോണ്ടിച്ചേരി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഭ്രാന്തായിരുന്നു നമുക്ക് ആക്ടിങ് എന്ന് പറയുന്നത്. പിന്നെയാണ് മനസ്സിലായത് നമ്മൾ അത്രയും ആത്മാർത്ഥം കാണിക്കരുതെന്നുള്ള മനസ്സിലായത്. ടൊവിനോയ്ക്ക് ഒരു തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. അയാൾക്ക് എഞ്ചിനീയറിംഗ് അല്ലേ അദ്ദേഹം പഠിച്ചത്. അതായത് പ്രഭുവിൻ്റെ മക്കളിലേക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഞാനായിരുന്നു. ടൊവിനോ എന്നിട്ട് അത് ചെയ്തു. നന്നായിട്ട് വന്നിരുന്നു. അത് ഫിലിം കണ്ടറിയാം. കെ ആർ നാരായണൻ സാറുടെ പേരുള്ളൊരു സ്ഥാപനമാണ്. അപ്പോൾ അദ്ദേഹമൊക്കെ അനുഭവിച്ച കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ ഞാനിവിടെ വന്നിട്ടുള്ള ഈ ജാതീയതയുടെ പ്രശ്നം ഞാനിവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ അടുത്ത് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് അതിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് തന്നെയാണ്. നമ്മൾ ഇന്ത്യ സമൂഹത്തിൽ നമുക്കറിയാമല്ലോ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്നും ജാതി തന്നെയാണ്, ഇന്നും അത് തന്നെയാണ്. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാതെ നമുക്ക് ഒരടി മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല. ഈ പറയുന്ന ഒരു SC സമൂഹത്തിൽ നിന്ന് ഒരു സിവിൽ സർവൻസ് എത്ര പേര് വന്നിട്ടുണ്ട്, ഈ അടുത്തുള്ളൊരു പെൺകുട്ടി വന്ന്. അപ്പോൾ ഇതൊന്നും നമുക്ക് പ്രശ്നമല്ലേ? നമ്മളൊക്കെ രണ്ട് മുഖമുള്ള ആളുകൾ തന്നെയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ ജാതി മത സമൂഹത്തിലുള്ള ആളുകൾ ഉള്ളപ്പോൾ നമ്മൾ കൃത്യമായിട്ട് മതസൗഹാർദ്ദം പറയുകയും എൻ്റെ ജാതി മത സമൂഹത്തിലുള്ള ആളുകളാണ് എന്ന് ഉറപ്പാക്കിയ ശേഷം വർഗീയത പറയുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. ഇത്തരം മത ജാതി സ്വത്വബോധങ്ങൾ വേണോ നിങ്ങൾക്ക് ജീവിക്കാൻ? അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിനൊക്കെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ഇൻഡസ്ട്രി? വളരെ കറക്റ്റാണ്. അതായത് 2-3 മാസം ഒക്കെ വർക്ക് ചെയ്തിട്ട് 10 പൈസ കൊടുക്കാണ്ട് വിടുന്ന എത്രയോ സന്ദർഭങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് പറ്റുക? നിങ്ങളൊരു മനുഷ്യൻ്റെ ഒരു സമയവും അയാളുടെ ഊർജവും അയാളുടെ ചിന്തയും ഇതെല്ലാം നിങ്ങൾ ഉപയോഗപ്പെടുത്തല്ലേ? ഈ സിനിമയൊക്കെ വെറുത്തു പോകാനുള്ള ഒരു കാരണമൊക്കെ തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഞാനിത് പറയുന്നത് ഇതൊന്നും ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല, സിസ്റ്റം കറക്റ്റ് ആവാതെ തന്നെ കുഴപ്പമാണ്. ഈ സിസ്റ്റം കറക്റ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം, മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. നമസ്കാരം. കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം മുഴുവനും വാർത്തകളിൽ ഇടം പിടിച്ച ഒരിടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ ഇരുന്നുകൊണ്ടാണ് ഈ അഭിമുഖം നടത്തുന്നത്. പ്രശ്നങ്ങൾക്കൊരു സൊല്യൂഷൻ കണ്ടെത്താനാവുന്നോ ഇപ്പോൾ? അല്ല, പ്രശ്നങ്ങൾ അന്നുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്നാണ് ഒരു പരിധി വരെ വിശ്വസിക്കുന്നത്, മനസ്സിലാക്കുന്നത്. പിന്നെ പുതിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ അങ്ങനെ പരിഹരിച്ചു വരുന്ന ഓരോന്നായിട്ട്. ഇരുൾ സമൂഹവുമൊക്കെയായി ബന്ധപ്പെട്ട് JBMൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് അന്ന് കൊടുത്ത അഭിമുഖങ്ങളിലും അല്ലെങ്കിൽ അന്ന് സംസാരിച്ചിരുന്ന സമയത്തൊക്കെ അങ്ങനെയുള്ള ആളുകൾ അപ്ലിഫ്റ്റഡ് ആയി വരേണ്ട ആവശ്യം കൂടിയുണ്ട്. നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന 10,000 സിനിമകളോളം ഇവിടെ ഉണ്ടാവുന്നതിൽ എത്ര സിനിമകളിൽ ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റിയുടെ ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ടെന്നും കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ അത് കൃത്യമായിട്ട് രാഷ്ട്രീയപരമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ സംസാരിക്കുന്ന ഒരാൾ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ ആകുമ്പോൾ ഇവിടെ നമ്മളൊരു സമചിത്തതയുടെ അല്ലെങ്കിൽ ഒരു സഹവർത്തിത്വത്തിൻ്റെ ഒരു ഭാവം കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഉദ്ദേശം കൂടി ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ ആകുമ്പോൾ അങ്ങനെ ഇവിടെ ഒരു രീതിയിലുള്ള അനീതികളും അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ഇനീക്വാലിറ്റികൾ ഉണ്ടാവരുതെന്നുള്ളൊരു ബോധ്യവും വിഷനും ഉണ്ടായിരുന്നോ ജോയ്ക്ക്? ഉണ്ട് തീർച്ചയായിട്ടും. ഞാൻ പ്രത്യേകിച്ച് തിയേറ്ററായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളല്ലേ. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യ സമൂഹത്തിൽ നമുക്കറിയാമല്ലോ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്നും കഴിഞ്ഞ 2000 വർഷമായിട്ട് ജാതി തന്നെയാണ്, ഇന്നും അത് തന്നെയാണ് സംഭവം. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാതെ നമുക്ക് ഒരടി മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഞാൻ നാട്യശാസ്ത്രമൊക്കെ പഠിപ്പിക്കുന്ന ഒരാളാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിലൊക്കെ ഈ 2000 വർഷങ്ങൾക്ക് മുമ്പും 2500 വർഷത്തിനിടയിലാണ് നാട്യശാസ്ത്രം എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിലൊക്കെ കൃത്യമായിട്ട് ജാതീയതൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ജാതീയതയുണ്ട്, അല്ലെങ്കിൽ സ്ത്രീകളെ രണ്ടാം തരമായിട്ട് കാണുന്ന പ്രശ്നങ്ങളുണ്ട്, അന്ധവിശ്വാസങ്ങളുണ്ട്. അപ്പോൾ ഈ നാട്യശാസ്ത്രമൊക്കെ ആണല്ലോ നമ്മുടെ ഒരു കലയുടെ ഒരു ബുക്ക് എന്നൊക്കെ പറയുന്നത് പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് നാട്യശാസ്ത്രത്തിനാണ്. അപ്പോൾ അതിൽ തന്നെ ഈ പറയുന്ന 6000 ശ്ലോകങ്ങൾ ഉണ്ടെങ്കിൽ അതിലൊരു 10, 20, 30 ശ്ലോകങ്ങളെ പ്രശ്നമുള്ളൂ. പക്ഷെ അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. അത് വെച്ചിട്ട് അതിൽ നാട്യശാസ്ത്രത്തിൽ ഉള്ളത് കൊണ്ട് അത് ശരിയാണ് എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ ദോഷമേ ഉണ്ടാക്കുകയുള്ളൂ. അത് കൃത്യമായിട്ട് ഇന്ന കാര്യങ്ങൾ തെറ്റാണെന്നും അത് പുതിയ 2024 ഉള്ള പുനർവായന എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ ക്ലാസ് എടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് എന്താണ് നാട്യശാസ്ത്രത്തിലെ ശ്ലോകങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൽ ജാതീയതയുണ്ട്. കാരണം നാട്യശാസ്ത്രം ഉണ്ടാവുന്നത് തന്നെ ഈ 4 വേദങ്ങൾ എല്ലാ സമൂഹങ്ങൾക്കും വായിക്കാൻ പറ്റില്ലെന്നും അതുകൊണ്ട് എല്ലാവർക്കും വായിക്കാൻ പറ്റാവുന്ന 5ാമതൊരു വേദം വേണമെന്ന് പറഞ്ഞിട്ടാണ്. അതാണ് അതിൻ്റെ ഉൽപ്പത്തിയുടെ ഒരു ഉത്ഭവമായിട്ട് ഐതിഹ്യം കഥയായിട്ട് വരുന്നത്. അവിടെ തന്നെ ജാതീയതയുണ്ട്. പിന്നെ ഇന്ന സമൂഹങ്ങൾക്ക് ആണ് ഇന്ന കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ എന്താ പറയുക, ഇന്ന ശാരീരികമായിട്ട് ഭിന്നശേഷിയുള്ളവർ അവതരിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ അതിൽ വേറെ ബോഡി ഷേമിങ്ങിൻ്റെ വേറെയുണ്ട്.
കൈശികി വൃത്തിയുടെ ഒരു സംഭവം വരുന്നുണ്ട്. സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീകളുടെ ആവശ്യങ്ങൾ വരുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അപ്സരസുകളെയാണ്. ഇപ്പോൾ ഭരതൻ തന്നെ 100 പുത്രന്മാർ അല്ലെങ്കിൽ പുത്രരാന്ന് പറയുന്നുണ്ട്, അത് വിദ്യാർത്ഥികളാണെന്ന് പറയുന്നുണ്ട്. അവരുടെ അടുത്താണ് നാടകം കളിക്കാൻ ആവശ്യപ്പെട്ടത്. പക്ഷേ സ്ത്രീയുടെ ആവശ്യം വന്നപ്പോൾ അവിടെ അപ്സരസുകളെ സൃഷ്ടിക്കാനായി. അപ്പോൾ എന്താണ്, നമുക്ക് അവിടെ പുത്രിമാരില്ലാണ്ടാണോ അതോ വിദ്യാർത്ഥിനികൾ ഇല്ലാണ്ടാണോ? അപ്പോൾ അവിടെ അവരെ ആവശ്യം വരുന്നത് കൈശിക വൃത്തി വരുമ്പോഴാണ്. അത് സൗന്ദര്യത്തിന് വേണ്ടി മാത്രം. മറ്റ് കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്, പൊളിറ്റിക്കൽ ആയിട്ടുള്ള കഥാപാത്രങ്ങൾക്കൊന്നും സ്ത്രീകൾ വേണ്ടേ. നമ്മൾ 3ാം ലിംഗം എന്നും അല്ലെങ്കിൽ ഇപ്പോൾ ട്രാൻസ്ജെൻഡർ എന്നൊക്കെ പറയുന്ന അത്തരം സമൂഹങ്ങളൊക്കെ അതിൽ വേറെ രീതിയിലുള്ള പദപ്രയോഗങ്ങളൊക്കെയാണ്. ഞാൻ പറയുന്നത് ഇന്നിന്റെ വായനയിൽ നിൽക്കുമ്പോഴാണ് നമുക്കത് തെറ്റാണെന്ന് മനസ്സിലാവുന്നത്. വേറെ ചില ഭാഗങ്ങളിൽ കൃത്യമായിട്ട് പുരോഗമനം ഉണ്ട് താനും. അതായത് പുരോഗമനം എന്നല്ല ഞാൻ പറയുന്നത്, ഇപ്പം ബീഫിൻ്റെ ഒക്കെ പേരിൽ മനുഷ്യരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലൊക്കെ നമ്മൾ കഴിയല്ലേ. അപ്പോൾ അവിടെയൊക്കെ പക്ഷെ ആ സമയത്ത് നിങ്ങൾ ഇന്ന ദൈവത്തിന് പ്രീതിക്കായിട്ട് മാംസം കൊടുക്കാമെന്നും അല്ലെങ്കിൽ ഇന്ന ദൈവത്തിന് പ്രീതിക്കായിട്ട് മത്സ്യം കൊടുക്കാമെന്നും ഒക്കെ പറയുന്നുണ്ട് ഈ രംഗപൂജയുടെയൊക്കെ ഇതിൽ, അല്ലെങ്കിൽ രംഗപീഠം നിർമ്മിക്കുമ്പോൾ, ഈ നാട്യ ഗൃഹം നിർമ്മിക്കുമ്പോൾ. അപ്പം ഞാൻ പറയുന്നത് ഇതെല്ലാം നമ്മൾ ചർച്ചയ്ക്ക് വരണം. അല്ലാതെ ഇതൊക്കെ ഒരു 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 സവർണ പെർസ്പെക്റ്റീവിൽ മാത്രം കണ്ടാൽ പോരാ എന്നുള്ളൊരു സംഭവമാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾ ഏത് സമൂഹത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ളതല്ല അവിടെ വിഷയം. നിങ്ങൾ പുരോഗമന ചിന്താഗതി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നമ്മൾ എത്ര ഉണ്ടെന്ന് പറയുമ്പോഴും നമ്മൾ പലപ്പോഴും അല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അതിനെ ആ ഒരു വിമർശനാത്മക ബുദ്ധിയോടുകൂടി സമീപിച്ചേ പറ്റൂ. ജെയ്മിമിന്റെ സിനിമയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇരുൾ സമൂഹത്തെ ഇരുളർ സമൂഹത്തെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന സമയത്ത് അവരിലേക്ക് കുറച്ചുകൂടി ഇറങ്ങിച്ചെല്ലാൻ, അവരുടെ സ്വാഭാവികതയിലേക്ക് കുറച്ചുകൂടി ഇറങ്ങിച്ചെല്ലാൻ, അവർ എന്തൊക്കെയാണ് കഴിക്കുന്നത്, അവർ എലിയെ ഭക്ഷിക്കുന്നവരാണ്, അതുകൊണ്ട് ഞാൻ എലിയെ കഴിച്ചു നോക്കി, കുഴപ്പമൊന്നുമില്ല, സ്വാദുള്ള ഭക്ഷണം തന്നെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു കൂട്ടരുടെ സ്വാഭാവികതയിലേക്ക് ഇറങ്ങാൻ ശരിക്കും നമ്മളെ ഭക്ഷണം കഴിച്ചു നോക്കേണ്ടതിന്റെ ആ ഒരു തോട്ട് പ്രോസസ് ഒന്ന് ഇതെല്ലാം സോഷ്യോ ജീൻസിന്റെ ഒരു സംഭവമാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം. അതായത് നമ്മളിപ്പോൾ കൊറിയയിൽ നമ്മൾ ജനിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മറ്റ് നമ്മൾ സാധാരണ കഴിക്കാത്ത ഒരു ജീവിനെ കഴിക്കാൻ നമുക്ക് വലിയ വിഷമം ഉണ്ടാവില്ല. അത് സോഷ്യോ ജീൻസ് ആണ് അതിൽ പ്രവർത്തിക്കുന്നതാണ്, ജനറ്റിക്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സംഭവമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പലതും നല്ല സ്വാദോടെ കഴിക്കുന്ന ഭക്ഷണം പല രാജ്യക്കാർക്കും അവർ മയ്യെന്ന് പറയുന്നുണ്ടാവാം ചിലതുകൾ. ഇതെല്ലാം ഞാനതിനെ കാണുന്നത് ഒരു മെൻ്റൽ ബ്ലോക്ക് മാത്രമായിട്ടാണ് കാണുന്നത്. എനിക്ക് ഒരു സമൂഹം ഇപ്പോൾ 800 കോടിയിൽ 40 കോടിയോളം പട്ടിയുടെ ഇറച്ചി കഴിക്കുന്നു പറയുന്നു. അത് അവർക്ക് അതിൻ്റെ ചരിത്രവും ഒക്കെ ഉണ്ടാവാം, അവിടെ പലതരത്തിലുള്ള കാരണങ്ങളുണ്ടാവാം. അത് അവരുടെ ചരിത്രവും അവിടുത്തെ യുദ്ധവും എല്ലാം പരിശോധിക്കുമ്പോഴായിരിക്കും നമ്മൾ എന്തുകൊണ്ടാണ് ആ ഒരു രീതിയിലേക്ക് വന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാവും. ഇതൊന്നും നല്ലത് പൊട്ട എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ ഏത് സമൂഹത്തെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഭക്ഷണവും കൂടെ അറിയാം. ഭക്ഷണം ഒരു കൾച്ചറിൻ്റെ ഒരു ഭാഗമാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ അത് ചെയ്തത്. പിന്നെ ഇരുളർ സമൂഹം അതിലൊക്കെ ഉപരിയായിട്ട് അവർ കാട്ടിൽ ഉണ്ടായിരുന്ന ഒരു സമൂഹമായിരുന്നു. ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ അവരെ നാട്ടിലേക്ക് കൊണ്ടുവരികയും രാജാവിൻ്റെ കിങ്കരന്മാരൊക്കെ ആയിട്ട് പിന്നീട് ഉപയോഗപ്പെടുത്തുകയും പിന്നീട് ഒരു നാട്ടിലല്ലാത്ത അവസ്ഥയാവുകയും പിന്നെ ഒരു ജിപ്സി ഒരു കൾച്ചർ രൂപപ്പെടുകയും. പക്ഷെ ഇപ്പോഴും അവരുടെ സ്ഥിതിക്ക് വലിയ മാറ്റമൊന്നുമില്ല. ഇപ്പോൾ പടം വിജയിച്ചിട്ട് അവിടെ സ്റ്റാൻലി സാർ അടക്കം കുറേ കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്, മുഖ്യമന്ത്രി കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനവിടെ ചെയ്യുമ്പോഴും ഈ വർക്ക് ചെയ്യുമ്പോഴും ഒക്കെ അവിടെ ഇഷ്ടികളത്തിലൊക്കെ വർക്ക് ചെയ്യണമെന്നേ അവർക്ക് ഇഷ്ടികളത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് തുച്ഛമായിട്ട് വിലയാണ്. 250 രൂപ മറ്റോ ഒക്കെയാണ് ഞാൻ ഈ പറയുന്ന 3 വർഷം മുമ്പ് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഈ പറയുന്ന ഇവർക്കൊക്കെ കൊടുത്തിട്ട് അതിലും കമ്മീഷനൊക്കെ കൊടുക്കണം. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് മിച്ചം വരുമ്പോഴേ അവർക്ക് കയ്യിൽ അവരിപ്പോഴും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണേ.